വെൽക്കം ടു സ്റ്റഡി മോട്ടി ഹബ്. കഴിഞ്ഞ ദിവസം നമ്മൾ സൈക്കോളജിയിലെ ഒരു ടോപ്പിക്ക് പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൈക്കോളജിയിലെ തന്നെ അടുത്ത ടോപ്പിക് ഡെവലപ്മെന്റൽ നീഡ്സ് ഓഫ് അഡോൾസൻസ്. അപ്പോൾ അഡോൾസൻസ് പീരീഡ്സിൽ അവർക്ക് വേണ്ട നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അവരുടെ വളർച്ചയ്ക്ക് ഡെവലപ്മെന്റിന് വേണ്ട നീഡ്സ് അത് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് പ്രൈമറി നീഡ്സ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയും. രണ്ടാമത്തേത് സെക്കൻഡറി നീഡ്സ് അല്ലെങ്കിൽ സോഷ്യോ സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയും. അതിൽ ആദ്യത്തെ നമുക്ക് പരിചയപ്പെടാം പ്രൈമറി നീഡ്സ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈമറി നീഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി ഒരു വ്യക്തിക്ക് വേണ്ടതായിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത് ഓക്സിജൻ, വാട്ടർ, ഫുഡ്, റെസ്റ്റ്, സ്ലീപ്പ്, അതുപോലെ നീഡ് ഫോർ സെക്സ്, അങ്ങനെ പ്രൈമറി ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള നീഡ്സ് ആണ്. ഇനി സെക്കൻഡറി നീഡ്സ് എന്ന് പറയുന്നത് സോഷ്യോ സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. എന്ന് പറയുന്ന ഈ നീഡ് അസോസിയേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് ഒരു സോഷ്യൽ കൾച്ചറൽ എൻവയോൺമെന്റ്, ഒരു ഇൻഡിവിജ്വലിന്റെ സോഷ്യലും കൾച്ചറൽ ആയിട്ടുള്ള എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്. എന്ന് പറഞ്ഞാൽ നീഡ് ഫോർ സെക്യൂരിറ്റി, അവർക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി കിട്ടുന്നതായിട്ടുള്ള ഒരു നീഡ്. അതേപോലെ നീഡ് ഫോർ ലവ്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. നീഡ് ഫോർ ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. നീഡ് ഫോർ റെക്കഗ്നേഷൻ ആൻഡ് അപ്രൂവൽ. അതേപോലെ അച്ചീവ്മെന്റ്. നീഡ് ഫോർ ഫ്രീഡം, ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. ഇങ്ങനത്തെ ഒരു നീഡ്സ് ആണ് സോഷ്യോ കൾച്ചറൽ നീഡ് എന്ന് പറയുന്നത്. ഇത് ഒന്ന് അറിഞ്ഞിരിക്കാന്നുള്ളതാണ്. ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേരളത്തിൽ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വരുന്ന ചോദ്യങ്ങളാണ്. ആ കുട്ടിയുടെ സിറ്റുവേഷൻ തന്നിട്ട് നമ്മളോട് ചോദിക്കാം, ആ കുട്ടിക്ക് ഇതിൽ ഈ സിറ്റുവേഷനിൽ ഏത് നീഡാണ് വേണ്ടത്, അങ്ങനെയൊക്കെ ഓപ്ഷൻസിൽ തന്നിട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ സെക്ഷൻ, രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പോൾ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തത് ഡെവലപ്മെന്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് എ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് ഹെറിഡിറ്റി എന്ന് പറയുന്നത് പാരമ്പര്യം, അതും ആ കുട്ടിയുടെ എൻവയോൺമെന്റും. കുട്ടിയുടെ വളർച്ച, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്റി പാരമ്പര്യത്തെയും ആ കുട്ടി ഏത് സിറ്റുവേഷനിൽ ഏത് എൻവയോൺമെന്റിലാണ് ഉള്ളത് ആ എൻവയോൺമെന്റിനെയും പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് എ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ മെച്ചുറേഷനും അതോടൊപ്പം ലേണിങ്ങും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് എന്ന് പറയാം. ഇനി മൂന്നാമത് പറയാൻ പോകുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, അതുപോലെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഡർലി സീക്വൻസ് ആയിട്ടാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഡെവലപ്മെന്റിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോത്ത് എന്താണോ അറിയണമല്ലോ. ഗ്രോത്ത് എന്തായിരിക്കും? ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ക്വാണ്ടിറ്റേറ്റീവ് രീതിയിലുള്ള ഇതിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ ഹൈറ്റ് ഒരു കണ്ടിന്യൂസ് അല്ല, സർട്ടൺ പീരീഡ് വരെയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ഇതിലാണ് നമ്മൾ ഗ്രോത്ത് പറയുന്നത്. ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആണ്. ഇനി ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടൈം പ്രോസസ് ആണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ്, ഒരു ലോങ് ടൈം പ്രോസസ് ആണ്. അതാണ് ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. ഈ ഡെവലപ്മെന്റിൽ അടങ്ങിയിരിക്കുന്നതാണ് ഗ്രോത്ത് എന്നുള്ളത്. അതേപോലെ നമുക്ക് പറയാം പ്രിൻസിപ്പളിലുള്ളതാണ് ഡെവലപ്മെന്റ് ഈസ് എ ക്യുമുലേറ്റീവ് ആൻഡ് പോസിറ്റീവ് പ്രോസസ്. ഒരു ക്യുമുലേറ്റീവ് ആണ് പോസിറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് വരുന്ന രീതിയിൽ ക്യുമുലേറ്റീവ് ആയിട്ടുള്ളതും ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ് ആണ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിന് ഡിഫറൻസ് അനുസരിച്ചാണ് അവരുടെ ഡിഫറെന്റ് റേറ്റ് വരുന്നത് ഡെവലപ്മെന്റിന്റെ. ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ജനറൽ നിന്ന് സ്പെസിഫിക് ആണ്. അതിൽ നമ്മുടെ എക്സാംസിന് ചോദിക്കുന്ന റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് ആണോ, ജനറൽ പ്രൊസീഡ് ഫ്രം ഏത് ഓപ്ഷനിൽ തരും. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ജനറൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വോൾ ബോഡി മൂവ്മെന്റ്സ് ടു ഫൈൻ മോട്ടോർ കൺട്രോൾ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അതാണ്. നമുക്ക് എക്സാമ്പിൾ ഒന്നും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് പറയുന്നത് സ്പെസിഫിൽ നിന്ന് ജനറൽ ആണ്, പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ജനറലിൽ നിന്ന് സ്പെസിഫിക് ആണ്. അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി പ്രിൻസിപ്പിൾ പറയാവുന്ന ഒരു കാര്യം ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് ഡെവലപ്മെന്റ് ആർ ഇന്റർ റിലേറ്റഡ്. എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റിൽ ഡിഫറെന്റ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളത് നമുക്ക് പറയാം. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്പൈറലും നോട്ട് ലീനിയർ ആണ്. ലീനിയർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയറക്ഷനിലല്ല അത് ഉണ്ടാവുക, അത് കണക്ട് ചെയ്ത് ഒരു സ്പൈറൽ രീതിയിലുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത് പറയാൻ വന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഹെറിഡിറ്റി എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹെറിഡിറ്റി എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ദ ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റഡ് ഫ്രം പാരന്റ്സ് ടു ദെയർ ഓഫ് സ്പ്രിംഗ്
ത്രൂ ജീൻസ്. നമ്മുടെ ജീനിലുള്ളത്, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പാരൻസിന് ഇപ്പോൾ ഹെയർ ഒക്കെ നമ്മൾ മുടി വളരാൻ വേണ്ടി പല ഓയിലും അതേപോലെ കളർ വരാൻ വേണ്ടി പല ക്രീമൊക്കെ പറ്റും. പക്ഷെ ഇതൊന്നും നമ്മൾ പെരട്ടി ഉണ്ടാവുന്നതല്ല, ഇത് നമ്മുടെ ജീനിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഹെറിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജെനറ്റിക്സ് പരമായിട്ടുള്ള കാര്യമാണ്. ബേസിക് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറയുന്നത് ജീനാണ്. സർട്ടൺ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ആൻഡ് ബയോളജിക്കൽ ഡിറ്റർമൈൻഡ് ബൈ ജനറ്റിക് ഇൻഹെറിറ്റൻസ് ആണെന്നുള്ളത്. ഇനി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആവാം, അതേപോലെ സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് ഇൻഫ്ലുവൻസ്, നമ്മുടെ ഗ്രോത്തിന് ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ്, ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഈ എൻവയോൺമെന്റ്. അത് ഫിസിക്കലും സോഷ്യലും കൾച്ചറും എക്കണോമിക്കലുമാണ്. ഇനി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മളിവിടെ സൈക്കോളജിയിൽ പറയുന്നത് ഹോം, ഫാമിലി മെമ്പേഴ്സ്, നെയ്ബേഴ്സ്, ഫ്രണ്ട്സ്, സ്കൂള്, കസ്റ്റം, സോഷ്യൽ, എക്കണോമിക് സ്റ്റാറ്റസ്, ഇതിനെല്ലാം നമ്മളൊരു എൻവയോൺമെന്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ഒരു ഹെറിഡിറ്റിയും എൻവയോൺമെന്റും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ. താങ്ക് യു.